ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ റിസോഴ്സ് പേഴ്സണെ നിയമിക്കാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ UDF അംഗങ്ങളുടെ ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്തും വാർഡ് മെമ്പർ KS അനുരൂപും. ജനകീയാസൂത്രണ പദ്ധതി നിർവഹണത്തിനായി പരിചയസമ്പന്നരായ ആളുകളെ കണ്ടെത്താനുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് അജണ്ടയിൽ RP നിയമനം വച്ചതെന്നും അതിൽ എല്ലാ അംഗങ്ങൾക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതേസമയം ആരുടെയും പേര് RP ലിസ്റ്റിൽ നിർദ്ദേശിച്ചിട്ടില്ലെന്നും 3-ാം വാർഡിൽ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് AK ഉണ്ണികൃഷ്ണന്റെ പേര് UDF അംഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതെന്നും സന്ദീപ് കോന്നനാത്ത് വ്യക്തമാക്കി. വാഹന ദുരുപയോഗത്തെക്കുറിച്ച് മുൻ 3-ാം വാർഡ് മെമ്പറും നിലവിലെ 5-ാം വാർഡ് മെമ്പറുമായ PM മുസ്തഫ ഒരു പരാതി പോലും കഴിഞ്ഞ 5 വർഷം ഭരണസമിതി യോഗങ്ങളിൽ ഉന്നയിച്ചിട്ടില്ലെന്നും ഇത്തവണ 3-ാം വാർഡിൽ LDF ജയിച്ചു വന്നപ്പോൾ മാത്രം AK ഉണ്ണികൃഷ്ണനെതിരെ മുന്നോട്ട് വന്നത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളുടെ ആദ്യ ഭരണസമിതി പൂർണ്ണ യോഗമാണ് 12-ാം തീയതി. അതിലെ ആദ്യ അജണ്ടയെ സംബന്ധിച്ചാണ് അനാവശ്യ ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അതിനകത്ത് ഉയർത്തിയൊരു ആരോപണം ഓട് വിളിച്ചു വന്നു എന്നൊക്കെയല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത്തരം നമ്മളുടെ ഗ്രാമസഭാ യോഗവും പഞ്ചായത്ത് ഭരണസമിതി യോഗമൊക്കെ തന്നെയാണ്. അതിനകത്ത് അജണ്ട ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് തന്നെ അത് രഹസ്യമായൊരു നടപടിയല്ല എന്നുള്ളതാണ്. അതിനകത്ത് ഉൾപ്പെടുത്തിയ അജണ്ടയെ സംബന്ധിച്ചും ഉന്നയിച്ച ആരോപണങ്ങളോ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളോ തികച്ചും തെറ്റാണ്. കാരണം ഭരണസമിതി അത്തരമൊരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു അജണ്ട അതിനകത്ത് വന്നിട്ടുണ്ട്. ആ അജണ്ടയെ നമ്മൾ പരിശോധിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ പുതിയ വാർഷിക പദ്ധതികളെ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അത് ഏതെങ്കിലും വ്യക്തിക്കോ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു അജണ്ടയല്ല. ഈ ആരോപണം ഉന്നയിച്ച 6 പ്രതിപക്ഷാംഗങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിപക്ഷമില്ലെങ്കിലും നമ്മുടെ ഭരണസമിതിയിലെ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരെ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചുള്ള ഒരു അജണ്ടയായിരുന്നു. അതിനകത്ത് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട് വൈദഗ്ധ്യമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കും നിർദ്ദേശങ്ങൾ അതിനകത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധ മേഖലകളിൽ നിന്ന് വൈദഗ്ധ്യം നേടിയ ആളുകളെ സംബന്ധിച്ച് നമുക്കൊരു വിവരം എടുത്തുകൊണ്ട് അടുത്ത നവംബർ മാസത്തോടു കൂടിയൊക്കെ വരുന്ന നമ്മളുടെ ഒരു അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണ് നമ്മളത് ഒരു പാഞ്ഞാളിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിലെ ഒരു ലക്ഷ്യമെന്ന് കൂടി അതിനകത്ത് ഉണ്ട്. അത് മറ്റൊരു തീരുമാനമെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ അടിച്ചുറപ്പിച്ച് ഏൽപ്പിക്കാനോ ആണെങ്കിൽ നമുക്കിതങ്ങനെ അജണ്ട ഇട്ട് ഒരു ചർച്ച ഇപ്പോൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ജനകീയാസൂത്രണ പദ്ധതികളെ നമുക്ക് പുതുതായി ഇവിടെ ഉണ്ടാക്കുന്ന ഘട്ടത്തിനകത്ത് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന നമ്മളുടെ നാട്ടിനകത്തുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരും. അതിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണോ എന്നുള്ളൊരു ചോദ്യം വരുന്ന ഘട്ടത്തിൽ അത് ഈ കമ്മിറ്റി എങ്ങനെയാണോ അതിനകത്ത് കാണുന്നത് ആ രീതിയിൽ അതിന് വരുന്ന കാലത്ത് ഇപ്പോൾ നാളെ വരുന്ന ഒരു സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു വർഷത്തിനപ്പുറം നമുക്ക് അത്തരമൊരു എക്സ്പേർട്ടിസം ഉള്ള ഒരാൾ വരണമെന്നാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ആരോഗ്യ മേഖലയിലാവും, വിദ്യാഭ്യാസ മേഖലയിലാവും അത്തരം ഒരാൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതൊരിക്കലും രഹസ്യമായ ഒരു കാര്യമൊന്നുമല്ല. അത് സർക്കാർ ഉത്തരവിൻ്റെ പ്രകാരം നമുക്ക് ഉത്തരവ് അംഗീകരിച്ചു എന്നുള്ളൊരു കാര്യമാണ്. അതും അതിൻ്റെ ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള ഫോർമാലിറ്റികളെ കഴിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. ഭരണസമിതിയുടെ അംഗീകാരം നേടിയുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെ UDF ഇങ്ങനെ ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കാര്യമില്ല. കാരണം അവർ ഉയർത്തിയ ഇപ്പോൾ വിമർശനങ്ങളിൽ പോലും ഇപ്പോൾ നമ്മൾ ഒക്കെ വിഷമത്തിലായി എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യം അതിനകത്തില്ല. കാരണം ഇതൊരു മുന്നണിയുടെ ഭാഗമായിട്ട് പോവുകയാണ്. ഇതൊരു പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇതൊരു കൂട്ടായ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിനകത്ത് അജണ്ട ഇടുന്നത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുൾപ്പെടെ ആ ഭരണസമിതി 25 നമ്മുടെ യോഗത്തിനകത്ത് 25 അജണ്ടയുണ്ട്. ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ LDF ഒന്നും ഇതിനെ പിന്തുണയ്ക്കില്ല എന്നറിയാം. അവർ പറഞ്ഞത് നിൽക്കുന്നു പറയാം. പിന്നെ സന്ദീപിന് നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട് ഇവിടുത്തെ UDF. അപ്പോഴാണ് അവർക്ക് ആശങ്ക ഇത്
ആണ് ഈ അജണ്ട കൊണ്ടുവന്നതെന്നൊരു സംശയം അവർ പറയുന്നത്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. UDF-ഉം BJP-യും അതുപോലെ തന്നെ എല്ലാവരും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരെയൊക്കെ പിന്തുണ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ ഘട്ടത്തിനകത്ത് ലഭിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കാര്യം, ഇതൊരു വലിയ വിവാദമോ ആശങ്കയോ ആക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് രണ്ട് അർത്ഥത്തിലാണ് അതുണ്ടാവുക. അതൊന്നെങ്കിൽ നമ്മളൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഇത് അജണ്ട സെറ്റ്. ഞാൻ പറഞ്ഞത് ഇതിനെയൊന്നും വിവാദമാക്കണ്ട. നമുക്കിതിനകത്ത് വേണ്ടത് എന്താ, നമ്മുടെ നാടിൻ്റെ മുൻപോട്ട് പോക്കാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഇതിങ്ങനെ ഒരു തീരുമാനം നിലവിൽ LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു RP നിയമനം ഉണ്ടായിട്ടില്ല, അജണ്ട വന്നിട്ടില്ല, നിയമിച്ചിട്ടില്ല, അജണ്ട വന്നിട്ടില്ല. പാഞ്ഞാൽ പഞ്ചായത്തിൽ മാത്രമാണ് ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും യുവാവ് യൂത്ത് എന്നുള്ള താങ്കൾ വരുന്നത്. താങ്കൾക്ക് മേലെ താങ്കളെ വെട്ടാൻ ഒരു അജണ്ട എന്നുള്ളത് തികച്ചും ഇതിനകത്തുള്ള കുഴപ്പം ഇതാണ്. നമ്മൾ ഇതിനെ കാണേണ്ടത് ഇത് വലതുപക്ഷ രാഷ്ട്രീയമായിട്ട് നോക്കി കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടൊക്കെ തോന്നും. ഞാൻ ഇതിനകത്ത് പറയുന്നത് 9 പഞ്ചായത്തിലല്ല, ഇനി കേരളത്തിലെ 941 പഞ്ചായത്തിലും ചെയ്യാത്തൊരു കാര്യം പുതുതായി പാഞ്ഞാൽ ചെയ്യുന്ന ഘട്ടത്തിൽ അത് ചെയ്തില്ല എന്ന് പറയുന്നതല്ല നമ്മൾ പുരോഗതിയായിട്ട് കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് ഇത്തരം സാധ്യത ഉണ്ടോ. ഞാൻ പറഞ്ഞത് കമ്മിറ്റി അജണ്ടയ്ക്കകത്ത് ഞാൻ പറയുന്നത് ഇത് മുൻപ് നമുക്ക് വന്ന ഉത്തരവുകളെ നമ്മളെടുത്ത് ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ട അജണ്ടയിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വന്ന പല ഉത്തരവുകളും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും സാധ്യതകളെയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. ഇത് പരിശോധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നണി നമ്മുടെ ഭരണസമിതി മാത്രമല്ല, ഇതിൻ്റെ ഒരു തുടർ സാധ്യതകൾ, ഇതൊരു തീരുമാനമാവുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇപ്പം നിലവിൽ അങ്ങനെ ഇന്നൊരാളെ നിയമിക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു അജണ്ടയല്ല. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനകീയ ആസൂത്രണത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായ ആളുകളുടെ സേവനം തേടാൻ ഇന്ന ഉത്തരവുണ്ട്. കുറിച്ചൊരു വലിയ ആശങ്കയാണ് അവർ. അതാ ഞാൻ പറഞ്ഞു, ഇന്നാൾ വിദഗ്ധനമാവും എന്നുള്ള മുൻവിധി തന്നെ തെറ്റാണ്. കാരണം ഇത് അങ്ങനെ നമുക്കൊരു സംവിധാനത്തിൽ അങ്ങനെ ഒരാൾ ഇതിലേക്ക് വരേണ്ട കാര്യവും ഇതിനകത്ത് അത്തരമൊന്നും ചർച്ചകളെ ഉയർന്നിട്ടില്ല. അപ്പോൾ ഇതെന്താ ഇവിടെ കുഴപ്പമെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ UDF പാഞ്ഞാൽ പഞ്ചായത്തിനകത്തുണ്ടായ ഒരു പിന്നോട്ട് പോക്ക് പല മേഖലകളിലുണ്ട്. അത് 3-ാം വാർഡ് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ 3-ാം വാർഡിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള ചില വിഷമങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇത്തരത്തിൽ ഞാനതാ പറഞ്ഞത്, ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കും പഞ്ചായത്തിലേക്ക് വരാം, ജനങ്ങൾക്ക് വരാം, എല്ലാവർക്കും വരാം. എല്ലാവരുടെയും അഭിപ്രായങ്ങളും സേവനങ്ങളും നമുക്ക് എടുക്കാം. ഞാൻ വീണ്ടും പറയുന്നത് ഇതിനെ ഒരു അനാവശ്യ വിവാദമായി കാണേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പിൻവാതിൽ നിയമനത്തെക്കുറിച്ചും പാർട്ടിയോ ഭരണസമിതിയോ ആരും ആലോചിച്ചിട്ടില്ല. ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് അജണ്ടയിലിട്ട് ഇപ്പോഴേ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് അജണ്ടയ്ക്കകത്ത് കയറി വരുന്ന ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യണമെന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളെ നമുക്കിവിടെ പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യ മേഖലയിലും മാലിന്യ സംസ്കരണത്തിലും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഒരു പാനലിനെ ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായമാണ് സത്യത്തിൽ ഞങ്ങൾക്ക്. അതിനകത്ത് UDF-കാർക്ക് നിങ്ങളുടെ കൈവശമുള്ള ഇത്തരം വിദഗ്ധര അഭിപ്രായമുണ്ടെങ്കിൽ അതും യോഗത്തിനകത്ത് പങ്കുവെക്കാം. അതല്ലാതെ മറിച്ചൊരു തീരുമാനത്തെക്കുറിച്ച് നിലവിൽ നമ്മൾ ആലോചിച്ചിട്ടുമില്ല, തീരുമാനിച്ചിട്ടുമില്ല. വീണ്ടും നിയമനം വ്യക്തിയാണ് ഒരു നിയമനം, ആ നിയമനം ഇനി ഉണ്ടാവും. അത് അപ്പോൾ അവർ പറഞ്ഞ പോലെ ഈ സന്ദീപ് അറിഞ്ഞുകൊണ്ട് ചെയ്ത് തന്നെയാണ്, അല്ലാതെ സന്ദീപ് വെട്ടാൻ ആരും ചെയ്തതല്ല. അപ്പോൾ അവർ പറഞ്ഞത് തെറ്റാണ്. തീർച്ചയായിട്ടും അങ്ങനെ വെട്ടാൻ ഒരാളും ചെയ്യുമെന്നോ ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് അത്തരത്തിലൊരു വാദഗതി തന്നെ ഒരു വലതുപക്ഷ വാദഗതിയാണ്. അങ്ങനെ വെട്ടാൻ മാത്രം ഇതൊന്നുമില്ല. ഇതൊരു കൂട്ടായ മുന്നോട്ട് പോക്കാണ്. അതിനകത്തൊരു മുന്നണിയുടെ ഭാഗമാണ്, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇത് കൂട്ടായി ആലോചിച്ചെടുത്ത് ചെയ്യുന്ന തീരുമാനങ്ങളേ ഉള്ളൂ. എടുത്തു ചാടിക്കൊണ്ട് അത്തരമൊരു തീരുമാനം ഉണ്ടാവില്ല. ഭാവിയിൽ നാളെ ആരെങ്കിലും വരുവോ വരില്ലേ എന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ സാധ്യത അനുസരിച്ച് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും. അപ്പം നിലവിൽ എന്തായാലും ഇത്തരം ഒരു ആരോപണങ്ങളെ ഉന്നയിക്കുന്ന ഘട്ടത്തിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആ ഒരു വ്യക്തി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് യാത്രയെ സംബന്ധിച്ചൊക്കെ ഒരു മെമ്പർ ഉന്നയിച്ചു കണ്ടു. ഞാൻ പറയുന്നത് അയാൾ കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗമായിരുന്നു. എൻ്റെ ഒരൊറ്റ അഭിപ്രായമുള്ളൂ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തൊഴിൽപ്പാടത്തെ പരാജയത്തിന് ശേഷം അന്നത്തെ വാർഡ് സെക്രട്ടറി ആയിരുന്ന ഉണ്ണീഷിനെ കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഇദ്ദേഹത്തിന് ഈ ആരോപണം ഏതെങ്കിലും ഒരു യോഗത്തിൽ ഉന്നയിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ഓണറേറിയം വാങ്ങുന്ന മെമ്പറായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പറയാമല്ലോ, മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നിങ്ങളിങ്ങനെ പോകുന്നത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ അന്ന് അദ്ദേഹം പോയിരുന്നത് ഔദ്യോഗിക കാര്യങ്ങൾക്കാണെന്ന് അയാൾ പോലും സമ്മതിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അയാളുടെ കാലഘട്ടം കഴിയുന്ന ഒരു ഘട്ടത്തിൽ നമ്മളതിനെ റിവ്യൂ ചെയ്ത് അത് മോശമാണെന്ന് പറയുന്നതിൽ ഞാനതാ പറഞ്ഞത്, ഇപ്പോൾ മുസ്തഫ മുമ്പ് മെമ്പറായ തൊഴിൽപ്പാടത്തെ പരാജയത്തിന് ശേഷമല്ല അന്നത്തെ അവിടുത്തെ വാർഡ് സെക്രട്ടറി ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കേണ്ട. അതിന് മുമ്പേ കമ്മിറ്റികൾക്കകത്ത് അദ്ദേഹത്തിന് ഇത് പറയാമല്ലോ. ഒരു കമ്മിറ്റിയിൽ പോലും കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം ഇത് ഉന്നയിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് ഇത്തരം സങ്കുചിത ചർച്ചകൾക്ക് അപ്പുറം ഞാൻ പറയുന്നത് എന്നെക്കുറിച്ചുള്ള അവരുടെ ആശങ്കയൊക്കെ വളരെ ഹൃദയം നിറഞ്ഞ നന്ദി. പക്ഷേ അത്ര ആശങ്ക വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഒരു പ്രസ്ഥാനം മുന്നണി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യുന്നത് ഞാൻ അതിനെ കാണുന്നത് ഞാൻ എല്ലാവരുടെയും അഭിപ്രായത്തെയും സ്നേഹത്തെയും ഒക്കെ സ്വീകരിക്കുന്ന ഒരു പോസിറ്റീവായി കാണുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ വിവാദം പാർട്ടി വിവാദം പോലും ആ കമ്മിറ്റി യോഗം കഴിഞ്ഞ് അത് എന്താണെന്ന് മനസ്സിലാക്കി അവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെ കുറേം കൂടി ഔചിത്യമെന്ന് പറയുമായിരുന്നു. ആ യോഗത്തിനകത്ത് ഞങ്ങളൊരു പേര് നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ ഇതൊരാളാണെന്നോ ഇതിൻ്റെ ഒരു മോഡോസ് ഓപ്പറൻഡി എങ്ങനെയാണെന്ന് ആ ഉത്തരവ് വായിക്കുകയോ അങ്ങനെ ചെയ്തത് പഠിച്ച് കുറേം കൂടി പക്വമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യണമെന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം ആ യോഗത്തിന് ശേഷം അവർക്ക് വാർത്താ സമ്മേളനം വിളിക്കായിരുന്നു, ആ യോഗത്തിൽ ഇന്നതാണ് വന്നത്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ മുൻകൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വിഷയത്തെയും അങ്ങനെ പൊളിറ്റിക്കലായി മാത്രം നമുക്ക് നിർത്തിയാൽ നാടിൻ്റെ വികസനം പിന്നിലേക്ക് പോകും.
നമുക്ക് വേണ്ടത് എല്ലാ മേഖലക്കകത്തും കൂട്ടായ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, പാഞ്ഞാൽ പഞ്ചായത്തിൽ അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായി ഒരംഗത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു മുന്നണിയോ അഭിപ്രായം കേൾക്കാതെ നമ്മൾ മുന്നിലേക്ക് പോവില്ല. ജനങ്ങളുടെയും എല്ലാവരുടെയും അഭിപ്രായം കേട്ട് തന്നെ മുന്നിലേക്ക് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വിവാദം ഇത്തരത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനമാണെങ്കിലും മറ്റുമാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഉചിതമായ ഒരു കാര്യമല്ല. അപ്പോൾ അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് നിലവിൽ നമ്മൾ പഞ്ചായത്ത് നിലയ്ക്ക് ഇങ്ങനെയാണ് ആലോചിച്ചിരുന്നത്. അത് ആ കമ്മിറ്റിയിൽ പങ്കെടുത്താൽ മനസ്സിലാവുമായിരുന്നു. എന്തായാലും ധൃതിപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു നീക്കവും നിലവിൽ നമ്മൾ ആരും ആലോചിച്ചിട്ടില്ല. മുന്നണിയും ഒക്കെ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമ്പോൾ അറിയിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു നൽകുന്നു. പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ, മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ. പ്രസിംഗ്, ലാമിനേഷൻ, കട്ടിംഗ്, എഡ്ജ് ബാൻഡ്, മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും. കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ്, സോമിൽ, ഫർണിച്ചർ മാനുഫാക്ചറിംഗ്, ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇന്റീരിയർ ചെയ്യുന്നവർക്ക് 3D ഡ്രോയിങ്ങും, ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു. നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത. എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ്, മുഗാരിക്കുന്ന, ചേലക്കര. ഫോൺ 6282853606.